പണ്ട് തെരുവ് നാടകവുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ നമ്മൾ അറസ്റ്റ് ചെയ്തു. അത് വെച്ച് നോക്കുമ്പോൾ ഒരു കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആളുകളാകാനാണ് സാധ്യത. ഈ അയ്യങ്കാളിപ്പട എന്നൊക്കെ പറയുന്നത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാനാണ്. നെഗോഷിയേഷൻസിൻ്റെ എല്ലാ ചാനലുകളും നമുക്ക് ഓപ്പൺ ചെയ്യണം. ട്രൂ ദാറ്റ് സർ. സാർ, എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ വിവരം സെൻട്രൽ ഹോം സെക്രട്ടറി അറിയിക്കണം. ശാസ്ത്രി സാറിന് നല്ല പരിചയമുണ്ടല്ലോ. ഞാനത് വിട്ടുപോയി. പ്ലീസ് കണക്ട് മീറ്റ്. അല്ലെങ്കിലും ഒരു ലൈഫ് വെച്ച് നമുക്ക് കളിക്കാൻ പറ്റില്ല. ചെറുതല്ലേ, ഇതാണ് അറേഞ്ച് ചെയ്യാൻ പറ്റിയത്. വാതിൽ തുറക്കേണ്ടി വരും. വാതിൽ തുറക്കേണ്ടി വരും. സാർ, എന്തെങ്കിലും കറക്ഷൻസ്? 1 second സർ. ശാസ്ത്രി സാർ. So this is Rajshekhar here. I got the report. Terrible news. वो स्टेटனாலே அதை accept பண்ண முடியாது. நான் ஏதாவது பண்றேன். NSGTM அனுப்புறேன். இப்பவே அனுப்புறேன். Okay? Oh, thank you, sir. Thank you so much. NSG ടീമിനെ അയക്കാമെന്ന്. NSG ടീം വരുന്നത് നല്ലതാണ് സർ. നമ്മൾ മാക്സിമം പ്രിക്കോഷൻ എടുത്തില്ലെന്ന് വേണ്ട. ഞാനൊന്ന് പാലക്കാട് പോയാലോ? Come on. അവിടെ എത്താൻ എടുക്കുന്ന സമയമുണ്ടല്ലോ. അതിന് മുമ്പേ തന്നെ ഇത് തീർക്കണം. എന്താണ് പാലക്കാട്? എന്താ അവിടെ നിന്നുള്ള വിവരങ്ങള്? ആ കലക്ടർ ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ. സർ, ഹീസ് ഫൈൻ. ഞാൻ അക്രമികളുമായി സംസാരിച്ചു. അവരോട് പറയാം കൂടുതൽ പ്രശ്നങ്ങളിലേക്കൊന്നും പോണ്ട. പോയാൽ അതിന്റെ ബുദ്ധിമുട്ട് ഓൽക്ക് തന്നെയാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട് സർ. അവർ മുഷ്കന്മാരാണ്. ഒരു വാക്കിനുള്ള പഴുത് പോലും തരുന്നില്ല. അവിടെ ആരാ ഉള്ളത്? IG ചന്ദ്രൻ എവിടെയുണ്ട് സർ? പോരാ നമുക്ക് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടാവണം. ആ ഫ്രാൻസിസ് ഇല്ലേ, നോർത്ത് IG? മൂപ്പര് പോട്ടെ. ഓക്കെ സർ. പിന്നെ ഫൈനാൻസ് മിനിസ്റ്റർ മേനോനില്ലേ, മൂപ്പര് തിരുവനന്തപുരത്തുണ്ടല്ലോ. ഞാൻ കോർഡിനേറ്റ് ചെയ്തോളാം സർ. എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ വിളിക്കൂ. കാരണം വളരെ സെൻസിറ്റീവാണ് കാര്യങ്ങൾ. ഈ ഇലക്ഷനാണ് അടുത്ത് വരുന്നത്. അത് നല്ലോണം ഓർമ്മ വേണം. വി ഗോട്ട് ഇറ്റ് സർ. നയപരമായി ഇത് തീർക്കാം. സർ, NSG ടീമിനെ സ്പോട്ടിലെത്തിക്കാമെന്ന് സെൻറ്റർ ഉറപ്പ് തന്നിട്ടുണ്ട്. ഈ ഫോഴ്സ് ഒക്കെ വന്നാൽ അതിന്റെ പ്രശ്നങ്ങൾ വേറെ. കൂത്തുപറമ്പ് വെടിവെപ്പ് നടന്നിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവരുത്, കയ്യബദ്ധം ഉണ്ടാവരുത്. അറിയാം സർ, അതെല്ലാം ശ്രദ്ധിച്ചോളാം. തന്നെ കൊണ്ട് പറ്റുള്ളൂ അതൊക്കെ. സർ, യു നോ ബെറ്റർ. ഓഫ് കോഴ്സ് സർ, ഐ നോ ദാറ്റ്. ഓക്കെ. സർ, പത്രക്കാരെ നിർത്താതെ That can wait. I think നമുക്ക് ആക്രമികളെ ഒന്നുകൂടി വിളിച്ചാൽ. സർ, SP വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ വെള്ളവും റേഡിയും അകത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ അനുവദിക്കണോ? സർ, നമുക്കിതിനൊരു സ്ട്രാറ്റജി വേണം. അല്ലെങ്കിൽ സിറ്റുവേഷൻ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യും. അവരെ വിളിക്കാം. Let's talk to them.
ഞങ്ങൾക്കറിയാം നിങ്ങളെന്താ പറയാൻ പോകുന്നതെന്ന്. ആദ്യം ഞങ്ങളെ കേൾക്കൂ. ഇന്ന് തന്നെ നിയമസഭ വിളിച്ചു ചേർക്കുക. എന്നിട്ട് ഈ നാട്ടിലെ എല്ലാ ആദിവാസി ഗോത്ര സമൂഹങ്ങളെയും അങ്ങോട്ട് ക്ഷണിക്കുക. എന്നിട്ട് നിങ്ങൾ ചോദിക്കൂ, ഈ നിയമനിർമ്മാണത്തിൽ ആർക്കാണ് തൃപ്തിയുള്ളതെന്ന്. ഹലോ, അവർ പറയട്ടെ. ഒരു ദിവസം കൊണ്ട് നിയമസഭ വിളിച്ച് കൂട്ടാൻ പറ്റില്ലല്ലോ. ഞങ്ങളിവിടെ ദിവസങ്ങളോളം ഇരിക്കാൻ തയ്യാറാണ്. കളക്ടർക്കുള്ള ഭക്ഷണവും ഞങ്ങൾ കരുതിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? നിങ്ങൾ വെറുതെ കാര്യങ്ങൾ വലിച്ചു നീട്ടിയിട്ട് യു ബെറ്റർ റിലീസ് ഇൻ ഫസ്റ്റ്. ഇതൊരു വലിയ പ്രശ്നമാവുന്നതിന് മുമ്പ്. ആയി കഴിഞ്ഞു. ഞങ്ങളുടെ ആവശ്യവും അതുതന്നെയാണ്. ഒരു പൗര സമൂഹത്തിനും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തു കൂട്ടുന്നത്. നമുക്ക് നേരാ നിന്ന് സംസാരിക്കാം, സമാധാനപൂർവ്വം. സമാധാനത്തിനൊന്നും ഒരു കുഴപ്പവുമില്ല. കൂടുതലൊന്നും പറയാനില്ല. I think we need to figure out a plan for NSG. ഷുവർ സർ. അതെ സർ. ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. മീഡിയേറ്റേഴ്സിനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അറിയിക്കാം സർ. അവിടെ നിന്ന് പാലക്കാട്ടേക്ക് ബൈ റോഡ്. എങ്ങനെയാലും എത്തുമ്പോൾ ഒരു 8 മണിയാവും. താങ്ക് യു. അവരൊക്കെയാണ്. ഇപ്പം തന്നെ നിറയെ ആംഡ് ഫോഴ്സ് ഉണ്ട്. ഇനിയും ഇറങ്ങും. പിന്നെ കുട്ടി ആരൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്? അങ്ങനെയാണെങ്കിൽ അന്വേഷണം ഉടനെ നമ്മളിലേക്ക് എത്തും. ഇപ്പം തന്നെ വീട്ടിൽ പോലീസ് എത്തിയിട്ടുണ്ട്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ IG ഉൾപ്പെടെയുള്ളവരവിടെ എത്തിയിട്ടുണ്ട്. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന 12:30 പ്രാദേശിക വാർത്തകൾ നോക്കാം. 12:30 പ്രാദേശിക വാർത്തകൾ, നോ താങ്ക് യു. എന്താ പേടിയാണോ? നിങ്ങൾക്ക് പേടിയാണോ? പേടിയല്ല, നിങ്ങളൊന്നും വിശ്വാസമില്ല. വിശ്വാസമില്ലെങ്കിൽ കുടിക്കണ്ട. പിന്നെ ആരെ വിശ്വസിക്കണമെന്നാണ്? നിങ്ങളെയോ അതോ പുറത്തുള്ള പോലീസിനെയോ അതോ അതിലും മേലുള്ള ഭരണാധികാരികളെയോ? ഹലോ ഹലോ, അഡ്വക്കേറ്റ് മുരളി മേനോൻ. അതെ സാർ നമസ്കാരം. ഞങ്ങൾ അയ്യങ്കാളി പടയുടെ പ്രവർത്തകരാണ്. പറയൂ. പാലക്കാട് കളക്ടറെ ബന്ദിയാക്കിക്കൊണ്ട് ഞങ്ങൾ ഒരു പ്രതിഷേധം നടത്തുകയാണ്. അറിഞ്ഞു വാർത്ത കണ്ട് ഞാനിവിടെ ഒരാളോട് അതിനെപ്പറ്റി പറയായിരുന്നു. സാർ, ഈ പ്രശ്ന പരിഹാരത്തിന് ഞങ്ങൾക്ക് വേണ്ടി സർക്കാരുമായി മധ്യസ്ഥത വഹിക്കാൻ താങ്കൾ വരുമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ എന്തുകൊണ്ട് എന്നെ വിളിച്ചു എന്ന് ഞാൻ ചോദിക്കില്ല. ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല എന്ന് മാത്രം പറയാം. നിങ്ങൾ ഇത് അക്രമത്തിന്റെ മാർഗമാണ്, വയലൻസ്. അനീതിക്കെതിരെ സംസാരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് സാർ, അത് തിരുത്താനും. പക്ഷെ ഞാൻ ഇതിൽ എങ്ങനെ ഫിറ്റിംഗ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. തുറന്നു പറഞ്ഞാൽ പരിഭവമൊന്നുമില്ലല്ലോ. ഇല്ല. ഞാൻ ആരോടാ സംസാരിക്കുന്ന? അയ്യങ്കാളിപ്പട. ഞാൻ വീണ്ടും പറയുവാണ്, പ്ലീസ്, ദിസ് ഈസ് വെരി സഫോക്കേറ്റിംഗ്. ഈ കെട്ടഴിക്കൂ. നിങ്ങൾക്കറിയാമോ, 1979 UN ഡിക്ലറേഷൻ അനുസരിച്ച് ഒരു ബന്ദിക്ക് വേണ്ടി ചില അവകാശങ്ങൾ. സാർ, അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പ് 1957 ഇന്ത്യ അടക്കമുള്ള എല്ലാ മെമ്പർ രാജ്യങ്ങളോടും ഐക്യരാഷ്ട്രസഭ ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ആദിവാസികളെ സംരക്ഷിക്കാനും അവരുടെ ഭൂമി നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടി നിയമനിർമ്മാണം നടത്തണമെന്ന്. സാറിന് അറിയോന്നറിയത്തില്ല. ILO കൺവെൻഷൻ 107. 1975 കേരളത്തിൽ ഉണ്ടാക്കി, വെറുതെ പേരിന്. എന്നിട്ടത് ഭരണഘടനയുടെ 9ാം ഷെഡ്യൂൾ ഉൾപ്പെടുത്തി ആ നിയമം അട്ടിമറിക്കപ്പെടാതിരിക്കാൻ. അതാണ് മാറി മാറി ഭരിച്ച ഇടതു വലതു സർക്കാരുകൾ 21 കൊല്ലം വെള്ളം ചേർത്ത് ഇല്ലാതാക്കിയത്. ഇതുവരെ പല പദ്ധതികളിലായിട്ട് ആദിവാസികൾക്ക് വേണ്ടി അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഫണ്ടുണ്ട്. അത് ഓരോരുത്തർക്കായിട്ട് വീതം വെച്ച് കൊടുത്താൽ ഒരാദിവാസിക്ക് കിട്ടും 1 കോടി രൂപയിലധികം. ഇതൊക്കെ എവിടെ പോയി സാറേ? ഒരു നിയമം ഉണ്ടാക്കി മറ്റൊരു നിയമം അട്ടിമറിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. അപ്പോൾ എന്നെ ബന്ദിയാക്കിക്കൊണ്ട് ഇതെല്ലാം പരിഹരിക്കാമെന്നാണോ? ആദിവാസികളാണ് ഈ രാഷ്ട്രീയ സമൂഹത്തിലെ യഥാർത്ഥ ബന്ദികൾ. ഇവിടുത്തെ വനഭൂമി വീതിച്ചെടുത്തപ്പോൾ നിങ്ങൾ അഭയാർത്ഥികളാക്കിയ ഒരു ജനതയാണ് അവർ. പക്ഷേ ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ സുഹൃത്തെ? അതിനല്ലേ ഒരു വ്യവസ്ഥ. ഈ ജനാധിപത്യം വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ബാധകമാകുന്നുള്ളൂ എന്നതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം.
സാർ ഈ NSG കമാൻഡോസിനെ ആര് ഹെഡ് ചെയ്യും? IG ഫ്രാൻസിസ് ചാക്കോ. ഫ്രാൻസിസ് ഹീസ് ഗുഡ്. സ്കോട്ട്ലാൻഡ് ട്രെയിനിങ് കഴിഞ്ഞതല്ലേ? ഹീസ് ഗുഡ്. CM പറഞ്ഞു. സർക്കാർ എന്ത് കളിയാണ് കളിക്കുന്നതെന്ന് പിടികിട്ടുന്നില്ല. കേന്ദ്രസേന ഇറങ്ങുന്ന കേട്ടോ. നോക്കാം. ഞാൻ പത്രത്തിലേക്കുള്ള പ്രസ്താവന എഴുതിയിട്ടുണ്ട്, വായിക്കാം. 21 വർഷങ്ങളുടെ നിയമത്തട്ടിപ്പിലൂടെ ആദിവാസികളെ, അതുവഴി കേരളത്തിലെ മുഴുവൻ മർദ്ദിതരെ വഞ്ചിച്ച സവർണ ദല്ലാൾ ഭരണകൂടത്തിന്റെ നെറികെട്ട ഇടതു വലത് നടത്തിപ്പുകാർക്കെതിരെയുള്ള താക്കീത്. പാലക്കാട് ജില്ലാ കളക്ടർ അജയ് ശ്രീപദ്രാംഗയെ 4 പേർ ചേർന്ന അക്രമി സംഘം ബന്ദിയാക്കി. ഇന്ന് രാവിലെ 10:45 അവർ സന്ദർശകരുടെ ഭാവേന അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് കടന്നു കയറിയത്. അവരുടെ കയ്യിൽ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും ഉണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. കളക്ടറുടെ മുറി അകത്തുനിന്നും അടച്ചതിനു ശേഷം അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കുകയായിരുന്നു എന്ന് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് പത്മിനി രാമചന്ദ്രൻ അടക്കമുള്ള സന്നിഹിതരായിരുന്ന ഉദ്യോഗസ്ഥർ അറിയിച്ചു. സ്ഥലത്ത് SP സച്ചിൻ അഗർവാൾ അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നു.